നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇത് കർക്കിടക മാസം. ആയുർവേദ ആരോഗ്യ ചികിത്സകൾക്ക് കർക്കിടകവുമായി നല്ല ബന്ധമുണ്ട്. പ്രകൃതിക്കും മനുഷ്യ ശരീരത്തിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണിത്. കർക്കിടകവും ആരോഗ്യ പ്രശ്നങ്ങളും അവയ്ക്കുള്ള ചികിത്സാ മാർഗങ്ങളുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം നഴ്സിംഗ് ഹോമിലെ മെഡിക്കൽ സൂപ്രണ്ടൻ്റായ ഡോക്ടർ കെ സുധയാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ? ഏറെ പഴമയുള്ള കർക്കിടക ചികിത്സാ രീതി ഈ അടുത്ത കാലത്താണ് ജനശ്രദ്ധ നേടിയത്. സാധാരണക്കാർക്കിടയിൽ ഒരുപാട് സംശയങ്ങൾ ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. 12 മലയാള മാസങ്ങളിൽ ഒന്നാണ് കർക്കിടകം. ജ്യോതിശാസ്ത്രം അനുസരിച്ച് ഔഷധികളുടെ നാഥനായ ചന്ദ്രൻ്റെ രാശി കൂടിയാണ് കർക്കിടകം. അതിനാൽ ഈ മാസത്തിൽ ഔഷധങ്ങൾക്ക് വീര്യം കൂടുതലായിരിക്കും. ഒരു വർഷത്തെ ഭാരതീയ ആചാര്യന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്: ഉത്തരായനം, ദക്ഷിണായനം എന്നിങ്ങനെ. ഉത്തരായനത്തിൽ 3 ഋതുക്കൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണായനത്തിലും 3 ഋതുക്കൾ ഉൾപ്പെടുന്നുണ്ട്. ഉത്തരായനത്തിൽ ഉഷ്ണാധിക്യം മൂലം ശരീരബലം ക്രമേണ കുറഞ്ഞു വരും. ദക്ഷിണായനത്തിൽ മഴയും തണുപ്പും വരുന്നത് മൂലം ക്രമേണ ശരീരബലം പുഷ്ടി പ്രാപിച്ചു വരും. ഈ 2 അയനങ്ങളുടെയും സന്ധ്യയാണ് കർക്കിടകം. ഈ സമയത്ത് ശരീരബലം വളരെ കുറവായിരിക്കും. ഈ സമയത്ത് ആയുർവേദ ചികിത്സ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് ആയുർവേദ ചികിത്സ. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്യാനുള്ളത്? ചികിത്സ പ്രധാനമായും 2 തരത്തിലുണ്ട്: ശോധന ചികിത്സ, ശമന ചികിത്സ. ശമന ചികിത്സയിൽ നമ്മൾ പ്രധാനമായും ഔഷധം കൊടുത്ത് രോഗങ്ങൾ ശമിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം പഥ്യവും ശീലിക്കേണ്ടതാണ്. ശോധന ചികിത്സയിൽ പ്രധാനമായും പഞ്ചകർമ്മ ചികിത്സയാണ് ഉൾപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുഷിച്ചിരിക്കുന്ന ദോഷങ്ങളെ ബഹിർഗമിക്കാനുള്ള ചികിത്സാ രീതിയാണ് പഞ്ചകർമ്മം കൊണ്ട് നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ തന്നെ 5 കർമ്മങ്ങളാണ് ഉള്ളത്: വമനം, വിരേചനം, നസ്യം, വസ്തി, രക്തമോക്ഷം. ഈ വമനം എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായി ദുഷിച്ചിരിക്കുന്ന കഫദോഷത്തെ നമ്മൾ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിച്ചു കളയുന്നു. അതെ, വിരേചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഷിച്ചിരിക്കുന്ന പിത്തദോഷത്തെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുവാനായിട്ട് നമ്മൾ മരുന്ന് കൊടുത്ത് വിരേചനം ചെയ്യുകയാണ് ചെയ്യുന്നത്. നസ്യം ഉദ്ദേശിക്കുന്നത് ശിരസിലും കണ്ഠത്തിലുമുള്ള ദുഷിച്ച കഫത്തെ പുറത്തേക്ക് കളയുന്നു. മൂക്കിലൂടെ നമ്മൾ മരുന്ന് ഒറ്റിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. വസ്തി പ്രധാനമായും ദുഷിച്ചിരിക്കുന്ന വാതത്തെ ശമിപ്പിക്കുവാനായിട്ടാണ് വസ്തി ചെയ്യുന്നത്. രക്തമോക്ഷം ദുഷിച്ച ദോഷങ്ങൾ പുറത്ത് കളയാനായിട്ട്. ഇതിൽ ലീച്ച് തെറാപ്പിയും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ എറണാകുളത്ത് നിന്നാണ്, ശ്രീലത. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ. എനിക്ക് നട്ടിലിന് ഈ ചതവുണ്ട്. അപ്പൊ ഈ കാലില് ഭയങ്കര വേദനയാണ്, മരവിപ്പും നടക്കുമ്പോഴേക്ക്. അപ്പൊ അതിനെന്ത് ചികിത്സയെന്ന് അറിയാനായിട്ട് ഈ കർക്കിടകത്തിൽ ചെയ്യേണ്ടത്. ഇത് എത്ര വർഷമായിട്ട് ഉണ്ട് ഈ ബുദ്ധിമുട്ടുകള്? ഇപ്പൊ ഇത് 2-3 കൊല്ലമായിട്ട് ഭയങ്കരമായിട്ട് കാലിലോട്ട് ഇങ്ങനെ വലതുവശത്തോട്ട് കാലിലേക്ക് നരമ്പ് ഇങ്ങനെ മരവിപ്പ് പോലെ തോന്നുന്നു. പിന്നെ നടക്കുമ്പോഴേക്ക് ഒരു പിടുത്തം പോലെയാണ്. അപ്പൊ MRI ചെയ്തപ്പോഴേക്ക് നട്ടിലിന്റെ അവിടെ പിന്നെ ലംബ സേക്രല്ല എന്തെന്ന് അങ്ങനെ ആണോ? ഒരു ചത ഇട്ടിട്ടുണ്ടെന്നാ, ചതഞ്ഞിട്ട് നരമ്പ് അങ്ങനെ പറയാം. ഇത് നമുക്കിപ്പോൾ ഫോണിലൂടെ ചികിത്സ പറയാവുന്ന ഒരു കണ്ടീഷൻ അല്ല. അത് അടുത്തുള്ള ഒരു ഡോക്ടറെ നിർദ്ദേശാനുസരണം മാത്രമേ നമുക്കത് ചികിത്സ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻറ്റേർണൽ മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടെന്നാ വിളിക്കുന്നേ? നമസ്കാരം. ആരാ വിളിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഞാൻ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. ചോദിച്ചോളൂ. ഒരു ഈ
കർക്കിടക മാസത്തില് മുരിങ്ങയില വെച്ചുള്ള ഫുഡ് പാടില്ല എന്ന് പറയാനായിട്ടു ശരിയാണോ സാർ? പൊതുവെ ഇലക്കറികൾ കർക്കിടക മാസത്തിൽ പ്രധാനമായും ഇലക്കറികൾ വേണ്ടത് കുറച്ചും കൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റിയ ഇലകൾ മത്തയുടെ ഇല, കുമ്പളത്തില, പയറിൻ്റെ ഇല, ചീര, താള്, ചേന എന്നീ ഇലകൾ കറി വെച്ച് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്. മുരിങ്ങയില അത്ര നല്ലതല്ല കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും. പൊതുവെ ഇത്തിരി കുറച്ച് വിഷാംശം കൂടുതലായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് പ്രധാനമായും. ഒരുപാട് ശാസ്ത്രീയ തെളിവുകളും അതിനുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഡോക്ടർ, അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ എളുപ്പം ദഹിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ടത്. പ്രത്യേകിച്ചും വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്കറികൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പ്രകാരമുള്ള ഇലകൾ പ്രത്യേകിച്ചും കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ കർക്കിടകത്തിൽ പ്രത്യേകം പറയുന്നതാണ് മുക്കുടി എന്നുള്ള പ്രയോഗം. മുത്തിൾ, മുത്തങ്ങ, ഇഞ്ചി മുതലായവ മോരിൽ അരച്ച് സേവിക്കുന്നത്, മോരിൽ അരച്ച് തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് ഉദരരോഗങ്ങൾ ഒഴിവാക്കാനായി വളരെ നല്ലതാണ്. അതുപോലെ പഥ്യാഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ദീപന പാചന ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ച കഞ്ഞി മുതലായവ, പ്രത്യേകിച്ചും പഞ്ചകോലം ചേർത്ത ഔഷധങ്ങളിട്ട് സംസ്കരിച്ച കഞ്ഞി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഔഷധക്കഞ്ഞി വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം ഞാനത് പറയാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥയിൽ കഫശല്യം കൂടുതലായിരിക്കും. അവർക്ക് പ്രത്യേകിച്ചും തൈര് ഒഴിവാക്കണം. തൈര് പൊതുവെ കൊഴുപ്പ് കൂടുതലാണ്. അതുപോലെ പാൽ കഫം വർദ്ധിക്കുന്നതാണ്. അതും പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ വളരെ പ്രാധാന്യം പറഞ്ഞു കേൾക്കുന്നതാണ് മരുന്ന് കഞ്ഞി. മരുന്ന് കഞ്ഞിയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? മരുന്ന് കഞ്ഞിയിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് നവരയരിയാണ്. പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നവരയരി 3 വിധത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ നവരയരി തന്നെ തിരഞ്ഞെടുക്കുന്നത്? നവരയരി ത്രിദോഷ ശമനമാണ്. പ്രത്യേകിച്ചും ആയുർവേദ ചികിത്സ നമ്മൾ ത്രിദോഷ സിദ്ധാന്തത്തെ ബേസ് ചെയ്തിട്ടാണ്. വാദം, പിത്തം, കഫം ഈ 3 ദോഷങ്ങളുടെയും സമാവസ്ഥ. പ്രത്യേകിച്ചും അതാണ് നമ്മൾ കൂടുതലും ആയുർവേദ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ വ്യക്തിയുടെയും ദോഷാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഔഷധക്കഞ്ഞിയിൽ നവരയരി പ്രധാനമായും ശരീരബലം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ലഘുവാണ്, ത്രിദോഷ ശമനവുമാണ് നവരയരി. ഈ നവരയരി തന്നെ 3 വിധത്തിലുണ്ട്. ചുവന്ന അരിയുണ്ട്, കറുപ്പുണ്ട്, വെളുത്തതുമുണ്ട്. ഇതിൽ ചുവന്ന അരിയാണ് കർക്കിടക കഞ്ഞി വച്ച് കഴിക്കാനായിട്ട് വളരെ ഉത്തമം. നമ്മൾ വെളുത്ത നവരയരി പ്രധാനമായും ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്. നവരക്കിഴി ചെയ്യുവാനൊക്കെ വളരെ ഉത്തമമാണ്. കഞ്ഞി നമ്മൾ ഡെയിലി പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുവന്ന അരി ദശമൂലം കഷായത്തിൽ വേവിച്ച് എടുത്തതിന് ശേഷം പൊടിമരുന്നുകളായിട്ട് ത്രികടു, അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലി, അതുപോലെ ആശാളി, പെരിഞ്ജീരകം, ജീരകം എന്നിവ പൊടിച്ചു ചേർത്ത് വേവിച്ചെടുത്ത് കഴിക്കുക. നെല്ലിക്ക അച്ചാറായിട്ട് കൊടുക്കാം. അതുപോലെ ചെറുപയർ ശരിക്കും ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിവുള്ളത് തന്നെയാണ്. വൈറ്റമിൻ സപ്ലിമെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട ഒരു സമീകൃത ആഹാരമാണ് ഔഷധക്കഞ്ഞി. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എന്റെ പേര് സതീശൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഈ കർക്കിടക മാസം ആകുമ്പോൾ മാത്രം ശരീരത്തിൽ അലർജി ഉണ്ടാവുന്നുണ്ട്. ചൊറിച്ചിലും പഴയ മുറിവിന്റെ പാടുകളൊക്കെ തൊലി ഇളകിയിട്ട് അവിടെ നീരും വെള്ളം പുറത്തോട്ട് വരിക. അത് ഈ സമയത്ത് മാത്രമേ ഉള്ളൂ. ഈ സമയം കഴിയുമ്പോൾ അത് പിന്നെ ഇല്ലാണ്ടാവും. പിന്നെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ വീണ്ടും വരും. ഇപ്പോൾ മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ വർഷം വരെ മെഡിക്കൽ കോളേജിൽ അവിടെയൊക്കെ പോയി മരുന്ന് കഴിച്ചായിരുന്നു. പക്ഷെ അതിൽ തൽക്കാലത്തേക്കുള്ള ശമനം മാത്രമേ ഉള്ളൂ. പിറ്റേ വർഷം ഇതേ സമയമാകുമ്പോൾ വീണ്ടും ഇതേപോലെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ഒരു രോഗം തന്നെയാണിത്. നമുക്ക് അത് നേരിൽ കാണാതെ ഇതിനുള്ള ചികിത്സ പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മൾ മരുന്ന് കഞ്ഞിയെക്കുറിച്ച് പറയായിരുന്നു.
ഇപ്പം മരുന്ന് കഞ്ഞി ഇപ്പം ഈ പറഞ്ഞ വിധിപ്രകാരമല്ലാതെ നമ്മളെല്ലാവരും വളരെ എളുപ്പത്തിന് കടകളിൽ കിട്ടുന്ന മരുന്ന് കഞ്ഞി കിറ്റുകളുണ്ട്, അത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാണ്? അത് കിറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നിരുന്നാലും അത് കുറച്ചും കൂടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അതിനുള്ള ഡ്രഗ്സ് ഒന്ന് അതിൻ്റെ ക്വാളിറ്റി അതേപോലെ എന്തൊക്കെ വേണം എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഈ ഔഷധക്കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഓരോ രോഗിയുടെയും ശരീരബലത്തിനനുസരിച്ചും ദോഷങ്ങൾക്കനുസരിച്ചും നമ്മൾ വ്യത്യസ്തമായി ഉപയോഗിക്കാറുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കിറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ഉറപ്പുവരുത്തണം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ബ്രഹ്മചര്യം ആചരിക്കണമെന്ന് പറയാറുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ കർക്കിടക ചികിത്സയിൽ നമ്മൾ പഥ്യം പറയുന്നുണ്ട്. പഥ്യം ആഹാരമാണ്, വിഹാരം, ഇങ്ങനെ 2 തരത്തിൽ നമ്മൾ നിബന്ധന വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ പഥ്യം മൂലം തന്നെ, പഥ്യത്തിൻ്റെ നിർബന്ധം മൂലം പല ആളുകളും ആയുർവേദ ചികിത്സയിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട്. ഈ ആഹാരവിഹാരത്തിൽ വിഹാരം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാതരോഗികൾക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, അത് വാതരോഗം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അത് നമ്മൾ ഒഴിവാക്കണം. ചൂടുവെള്ളത്തിൽ കുളിക്കണം, അതൊരു വിഹാരം, അതൊരു ഉദാഹരണമാണ്. ഈ വിഹാരത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഈ ബ്രഹ്മചര്യം. കർക്കിടക ചികിത്സ സമയത്ത്, പ്രത്യേകിച്ചും ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ കൊല്ലത്ത് നിന്ന് റീനു. ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ ഈ മഴക്കാലത്ത് പനികളൊക്കെ കൂടുതൽ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പൊ അതിന്റെ കർക്കിടക രീതിയിൽ അങ്ങനെയാ ചികിത്സ? പ്രത്യേകിച്ചും ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക. ലഘുവായ ഭക്ഷണം, അധികം ഓയിലി ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. എളുപ്പം ദഹിക്കാവുന്ന, അഗ്നിബലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ശീലിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇലക്കറികൾ, ആഴ്ചയിൽ 3 ദിവസം ഇലക്കറികൾ കഴിക്കാം. കഞ്ഞി, ഇപ്പോൾ സംസാരിച്ച ഔഷധക്കഞ്ഞി, അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കർക്കിടക മാസത്തിൽ ഈ കുട്ടികൾക്ക് ഈ ഒരു ചികിത്സകൾ ചെയ്യേണ്ടത് എത്രത്തോളം ആവശ്യമാണ്? കുട്ടികൾക്ക് കർക്കിടക ചികിത്സ നിർബന്ധമില്ല. എന്നിരുന്നാലും അവരുടെ ശരീരബലം വർദ്ധിപ്പിക്കുവാനായിട്ട്, ജസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ശമന ചികിത്സയായിട്ട് നൽകാവുന്നതാണ്. ആദ്യം അഗ്നിബലം വർദ്ധിപ്പിക്കുന്ന മെഡിസിൻ കൊടുത്തിട്ട്, അഷ്ടചൂർണം പോലെയുള്ള മെഡിസിൻസ് കൊടുത്ത ശേഷം ഇന്ദുകാന്തം നെയ്യ് മുതലായവ കൊടുത്താൽ നല്ലതാണ്. പക്ഷെ എന്നിരുന്നാലും അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ ഡോക്ടർ, എങ്ങനെയുള്ളവർക്കാണ് കൂടുതലായും ഈ ഒരു കർക്കിടക മാസത്തിൽ ചികിത്സകൾ ആവശ്യമായിട്ട് വരുന്നത്? പ്രത്യേകിച്ചും വാതരോഗം ഉള്ള രോഗികൾക്ക്, അതുപോലെ ഇപ്പോൾ ഒരു ഹിസ്റ്ററി ഓഫ് സ്ട്രോക്ക്, അതേപോലെ അതിൽ തന്നെ ഉൾപ്പെടുന്ന ഫേഷ്യൽ പാരാലിസിസ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇങ്ങനത്തെ അസുഖമുള്ളവർക്കാണ് പ്രത്യേകിച്ചും ഈ കർക്കിടക ചികിത്സ വളരെ പ്രശ്നങ്ങളുള്ളവർക്ക്. അതെ. ഓക്കെ ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. കർക്കിടക ചികിത്സയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ 2 മാസം കർക്കിടകം 1 മാസം മാത്രം കുടിച്ച എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? അതേ ഹലോ ഹലോ പറഞ്ഞോളൂ. ഈ കർക്കിടക കഞ്ഞി 1 മാസം കുടിക്കുന്നതുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാറാനുള്ള ചാൻസ് ഉണ്ടോ? കർക്കിടക കഞ്ഞി പ്രധാനമായും ഈ ഒരു മാസം മുഴുവനായും ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. നമ്മുടെ ശരീരബലം വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂടുതലാക്കാനും വളരെ ഉപകാരപ്രദമാണ്. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ നേരത്തെ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ തന്നെ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പഞ്ചകർമ്മ ചികിത്സ പ്രധാനമായും അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യേണ്ട ഒരു ചികിത്സയാണ്. നമ്മളിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരാഴ്ച അഭ്യംഗം അല്ലെങ്കിൽ നസ്യം എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. അതിൻ്റെ ഒപ്പം തന്നെ കംപ്ലീറ്റ് റെസ്റ്റും എടുക്കേണ്ടതാണ്.
ഏറ്റവും ചുരുങ്ങിയത് പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ ഒരു വ്യക്തിയിൽ ഈ 5 കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതല്ല. ഓരോ രോഗിയുടെയും കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ചികിത്സ ഏതാണെന്ന് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ചില പേഷ്യൻറ്റിന് ഇപ്പോൾ നസ്യം അതേപോലെ വസ്തി ഈ 2 ചികിത്സകളെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മളിപ്പോൾ ചില പേഷ്യൻറ്റിന് ഇതിനോടനുബന്ധിച്ച് സ്നേഹനം, ഈ പഞ്ചകർമ്മ ചികിത്സ തുടങ്ങുന്നതിന് മുൻപായിട്ട് സ്നേഹനം, സ്വേദനം എന്നീ ക്രിയകൾ ചെയ്ത ശേഷമാണ് നമ്മൾ ശോധന ചികിത്സ ചെയ്യുക. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മടിക്കയിന്ന് ഒരാൾ വിളിക്കുന്നതാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമ്മൾ ഇപ്പൊ ഇതില് ഏഷ്യാനെറ്റിൽ കാണിക്കുന്നുണ്ട് മറ്റേ കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ അതില് ഷുഗറിന് എന്താന്ന് ഇപ്പൊ കഞ്ഞി വെച്ച് കുടിക്കേണ്ടത്? പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ചും, ഞാൻ നേരത്തെ പറഞ്ഞു നവര അരിയുടെ കാര്യം, പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ചും യവം ഇതുപോലെ ദീപനപാചന ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ച് കഞ്ഞിയായി എടുക്കുന്നത് ഡെയിലി ഉപയോഗിക്കാം. പ്രമേഹ രോഗികൾക്ക് നവരയേക്കാളും കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് യവമാണ്. അത് ദീപനപാചന ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. 1 മാസം, കർക്കിടക മാസം മുഴുവൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമ്മൾ പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ച് പറയായിരുന്നു, അതിനെക്കുറിച്ച് തുടരാം. ഓക്കെ. ഈ ശോധന ചികിത്സയ്ക്ക് മുൻപായിട്ട് സ്നേഹനം, സ്വേദനം എന്നീ അനുബന്ധ ചികിത്സകൾ ചെയ്ത ശേഷമാണ് നമ്മൾ നസ്യം അല്ലെങ്കിൽ വസ്തി എന്നുള്ള ക്രിയാക്രമങ്ങൾ ചെയ്യുന്നത്. ഈ സ്നേഹന, സ്വേദനം എന്നീ ചികിത്സകളിൽ പ്രധാനമായി നമ്മൾ പിഴിച്ചിൽ, നവരക്കിഴി, അതേപോലെ ചില പൊടിക്കിഴികൾ, അത് ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഒരു 1 വീക്ക് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കിഴി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലാസ്റ്റ് 3 ഡേയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഡേയ്സ് അതിലാണ് നമ്മൾ നസ്യം ചെയ്യുന്നത്. നസ്യം ചെയ്ത് ഈ ഊർധ്വരോഗങ്ങളിൽ ശരിക്കും ശോധന ചികിത്സയായി നമ്മൾ ചെയ്യുന്നുണ്ട്. ശോധന വരുന്നു, ഊർധ്വ ശരീരത്തിൽ ശോധന ആണ് നടക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് 1 വീക്കിൽ പ്രധാനമായും ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് അതിനുശേഷം നമ്മൾ വസ്തി തന്നെ 1 അല്ലെങ്കിൽ 3 വസ്തികൾ ചെയ്യാറുണ്ട്. ആ വസ്തികൾ തന്നെ പല തരത്തിലുണ്ട്. അതിപ്പോൾ ഇൻ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയാൻ സമയം മതിയാകില്ല. അതെന്തായാലും ഏറ്റവും ചുരുങ്ങിയത് വസ്തിയാണ്. ഒരു വസ്തി അല്ലെങ്കിൽ 3 വസ്തി ചെയ്യേണ്ടതായി വരും. നമ്മൾ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 14 ദിവസമെങ്കിലും വേണ്ടി വരും. അതിൽ കുറഞ്ഞ് നമുക്കൊരു 7 ദിവസം, ഇപ്പോൾ പല ആളുകളും ചോദിച്ചു വരുന്നുണ്ട്, ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് പഞ്ചകർമ്മ ചികിത്സ ചെയ്യാൻ പറ്റുമോ? അത് പ്രായോഗികമല്ല. ഓക്കെ ഡോക്ടർ, അടുത്തൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഇത് സുഗതൻ എന്നൊരാളാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. സ്റ്റെന്റ് വെച്ചിരിക്കുക, 70 വയസ്സുണ്ട്. ഓക്കെ. ഈ ടൈൽസ് കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊന്നറിയാം. ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താമെന്ന്? അത് നമുക്ക് രോഗിയെ കാണാതെ ഒരു പേഴ്സണൽ അസസ്മെൻ്റ് ഇല്ലാതെ, അതെ, പ്രത്യേകിച്ചും ഹാർട്ട് ഡിസീസിൽ നമുക്കൊരു പേഴ്സണൽ അസസ്മെൻ്റ് ഇല്ലാതെ ചികിത്സ നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണ്. മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണെന്ന രീതിയിലും നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും കൂടെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ ഇതൊക്കെയുള്ളവർ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ആ ഒരു മരുന്ന് നിർത്തേണ്ടി വരുമോ? അത് തുടർന്ന് കഴിച്ച് ഈ ഒരു ചികിത്സ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ഒരിക്കലും ഇപ്പോൾ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മെഡിസിൻസ് ഒരിക്കലും നമ്മൾ ആയുർവേദ ചികിത്സ എടുക്കുകയാണെങ്കിൽ അത് നിർത്താൻ നമ്മൾ പറയാറില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അലോപ്പത്തിക് മെഡിസിൻ ഉണ്ടോ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആയുർവേദ മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മോണിറ്റർ ചെയ്യണം. ഡയബറ്റിക് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്തിട്ട് അതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ ഡോസേജ് നമുക്ക് ക്രമേണ ഗ്രാജുവലായിട്ട് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്ന് അത് കുറയ്ക്കാം. പക്ഷേ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ക്രോണിക് ഡയബറ്റിക് കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ആയുർവേദ മെഡിസിൻ കൊണ്ട് കംപ്ലീറ്റ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ യൂഷ്വലി അത് പറയാറുമില്ല. നമ്മളെപ്പോഴും അലോപ്പതി മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഗ്യാപ്പ് എടുത്തിട്ട് ആയുർവേദ മരുന്നും ഇതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നതാണ്, ഈ ഒരു കർക്കിടകത്തിൽ ഈ ചികിത്സകൾ ചെയ്താൽ അടുത്ത കർക്കിടകത്തിലും ഇത് തുടരണം,
എന്നുള്ളത് ഒരു സംശയം പോലെ, അങ്ങനെ ഒരു സത്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളിപ്പോൾ ഈ ഒരു വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ എന്തായാലും ആ ട്രീറ്റ്മെൻറ്റ് എടുത്തേ തീരൂ എന്നുള്ള ഒരു സംശയം വേണ്ട. ഒരിക്കലും അതിൻ്റെ ആവശ്യകതയില്ല. ഒരിക്കൽ ചികിത്സിച്ച് ഭേദമായ രോഗത്തിന് അടുത്ത വർഷം അതിൻ്റെ ചികിത്സയുടെ ആവശ്യകത ഇല്ല. പിന്നെ ക്രോണിക് കേസസ്, പ്രത്യേകിച്ചും ഈ പക്ഷാഘാതം, സോറിയാസിസ്, അതേപോലെ ആർത്രൈറ്റിസ് കേസസിലൊക്കെ നമ്മൾ ഒരു ഇയർലി വൺസ് ഒരു 3 കോഴ്സസ് അത് നമ്മൾ രോഗിയുടെ അവസ്ഥ അതേപോലെ രോഗാവസ്ഥ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് അത് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കുറച്ചും കൂടെ നല്ലതാണ്. ക്രോണിക് കേസസിൽ ഒരു 3 years എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ കർക്കിടകത്തിൽ ആരോഗ്യ ചികിത്സകൾക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്? നമ്മളിപ്പോൾ ഒരു 2 weeks ട്രീറ്റ്മെൻറ്റ്, നമ്മൾ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത ശേഷം ഇപ്പോൾ ഓൾറെഡി ആ പേഷ്യൻ്റ് റെസ്റ്റിലായിരിക്കും. നമ്മളിപ്പോൾ ചികിത്സയൊക്കെ ചെയ്തിട്ട് ബോഡി കുറച്ചൊരു ടെൻഡറായിരിക്കും. അതിൻ്റെ നേരെ എക്സ്ട്രീം അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ആ ഒരു 2 weeks കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 1 week എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ഒരു ബോഡിക്ക് സ്ട്രെയിൻ വരുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കണം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ചികിത്സകളോ അല്ലെങ്കിൽ മരുന്ന് കഞ്ഞോ ഇതൊന്നും എടുക്കുന്നവരായിരിക്കില്ല. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും ആ ഒരു എക്സ്ട്രീം സമ്മർ സീസണിൽ നിന്ന് റെയിനി സീസണിലേക്കുള്ള ആ ഒരു കാലാവസ്ഥ വ്യതിയാനം അതൊരു മേജർ റീസൺ ആണ്. പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ, പനി, ജലദോഷം എന്നിങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ പേഴ്സണൽ ഹൈജീൻ, അതേപോലെ തന്നെ പരിസരം വൃത്തിയാക്കി ശീലിക്കണം. അതുപോലെ ഭക്ഷണ രീതിയിലാണെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം ശീലിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇത്രയും സമയം കർക്കിടക ചികിത്സകളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ആരോഗ്യ ചർച്ചാ വിഷയവുമായി വീണ്ടും കാണാം.